ടച്ചു അതെ 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 എത്തു കഴിക്ക് ടച്ചു അതെ 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 മീ പോയോ പോയോ ഏട്ടാ 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 വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എൻ്റെ ഡ്രസ്സസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ ഡ്രസ്സ് മാത്രമല്ല എല്ലാം ഇതുണ്ട്. അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു എന്നോട് ഇത് എവിടെ നടത്തിച്ചത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. കല്യാണ തലേന്ന് മുതലുള്ള യെസ് തലേന്ന് പിന്നെ കല്യാണത്തിന്റെ അന്ന് പിന്നെ റിസപ്ഷന് പിന്നെ ഔട്ട്ഡോർ 4 ദിവസത്തെ ഡ്രസ് എല്ലായിടത്തും. അപ്പൊ ഫസ്റ്റ് ആയിട്ട് കാണിക്കാ എടുത്തോ. ഫസ്റ്റത്തെ ദിവസത്തെ കാണിക്കാം. അങ്ങനത്തെ അല്ല ഫസ്റ്റത്തെ ദിവസത്തെ ഇതില്ല എന്നെ കൂടെ നിറഞ്ഞെടുക്കല്ലേ ഗൈസ്. ഞങ്ങളിപ്പോൾ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ആണ് ഗൈസ് ഫസ്റ്റ് ദിവസം അമ്മൻ്റെ ഡ്രസ്സ്. ഇതാണ് എൻ്റെ ടോപ്പ്. കല്യാണത്തലേന്നേത്തെ നല്ലോണം ടോപ്പ് വന്നോട് കാണിക്കുക. നല്ലോണം അത് കണ്ടീന്ന് ഇതാണ് ടോപ്പ്. ഒരു ഇതിൻ്റെ പാൻറ് മറ്റേ ഫർഷി പാൻറ്റും ടോപ്പും പിന്നെ ഷോളൊന്നുമില്ല. സിമ്പിളായിട്ട് ഒരു ലൈസ് കൊടുത്തൊരു ഷോളും ഓക്കെ. ഷുട്ടേ എൻ്റെ ഡ്രസ്സ് ഇഞ്ഞ് കാണിക്കോ? ഇങ്ങോട്ടേക്ക് ഷീട്ടോ എൻ്റെ ഡ്രസ്സ് ഇഞ്ഞ് കാണിക്ക്. എൻ്റെ ഡ്രസ്സ് ഇഞ്ഞ് കാണിച്ചോട്. ഇതാ ഡ്രസ്സ് എടുക്ക് കാണിച്ചോട് എൻ്റെ ഡ്രസ്സ്. ഇതാണ് ഷിട്ടുവിന്റെ കല്യാണത്തലേന്നത്തെ ഡ്രസ്സ്. മീ ഇതാ ഇങ്ങോട്ട് വാ. മീ കണ്ടത് അങ്ങോട്ട് വാ. മീക്കല്ല കാണണ്ടി ഇങ്ങോട്ട് വാ. മീക്കല്ല കാണണ്ടി ഇങ്ങോട്ട് വാ. ഇതാണ് ഷിട്ടുപ്പൊന്നിന്റെ ചുരിദാർ. ഒരു കുഞ്ഞി ടോപ്പും ചിട്ടുവിന്റെ ഡ്രസ്സ് കാണിക്കാൻ ചിട്ടു തരുന്നില്ല. അവൻ പിടിച്ചിങ്ങനെ നടക്കുക. അമ്മ കാണിക്കട്ടെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ. വേണ്ട മാറി പിടിച്ച് കളിക്കല്ലേ. എന്നാ മോള് കാണിച്ചോട്. എന്നാ ഷിട്ട് കാണിച്ചോട്. ഡ്രസ്സ് കാണിച്ചോട്. ഡ്രസ്സ് കാണിച്ചുണ്ടാ തരുന്നില്ല. ആടെ നോട്ടെ. ഇനി നമ്മൾ ബാക്കി കാണിക്കാം. ഐശോ വാ. ഇതാണ് കഴിച്ചിട്ടുപ്പൊന്നിന്റെ ഷോളും ടോപ്പ് നമ്മൾ കാണിച്ചിരുന്നു ഷിട്ടുവിന്റെ. പിന്നെ പാൻറ് ഓള് തരുന്നില്ല ഓളെ കയ്യിലുള്ള. ഇനി മറിയന്റെ കാണിക്കും. മറിയന്റെ കല്യാണ തലേന്ന് തിരക്ക്. ഇതാണ് മറിയന്റെ ഷോള്. തിരിച്ചേക്ക്. ഇതാണ് മറിയന്റെ ഷോള്. കഴുത്തിലിടാന്. പിന്നെ പാൻറ് ഓക്കെ. പാൻറ് ഫർഷി പാൻറ് എന്നാ കഴിച്ചിന്റെ പേര്. ഇനി ടോപ്പ് കാണിക്കാൻ അറിയാ. ഇതാണ് മറിയന്റെ ടോപ്പ്. ലെങ്ത് കുറഞ്ഞ ടോപ്പും പാൻറ്. അതാ തുമ്പ് നോക്കണ്ടല്ലോ. ഓക്കെ ഇനി അവിടെ വെക്ക്. ഇതാണ് ഗൈസ് എൻ്റെ ടോപ്പ്. ഇത്ര വീതിയൊക്കെ കൊണ്ട് വയ്ക്കുന്നത് തടിയാ. അല്ല ഗൈസ് എനിക്ക് 20 ദിവസം കൂടിയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പറയാ. മാമന്റെ ഷോളിനും കൊണ്ട് സിമ്പിളായിട്ട് ഒരു ലൈസ് വർക്ക് മാത്രം അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഗൈസ്. ഇതാണ് ഇതിന്റെ പാൻറ് സെയിം ഫർഷി പാൻറ്. ഓക്കെ മറിയാ ഈ സൈഡിക്കൊക്കെ തലേന്ന് തലേന്നത്തെ ഡ്രസ്സൊക്കെ ഷിട്ട് ഇതാ പെയിന്റ് വരുന്ന നടക്കാത്ത ഇരുന്നില്ല വെക്കുന്നുണ്ട്.
വീണോ വായനു. അടുത്തതായിട്ട് നമ്മുടെ കല്യാണത്തിന്റെ അന്നത്തെ ഡ്രസ് ഐശുവിന്റെ നമ്മുടെ മെയിൻ ഫംഗ്ഷന്റെ അന്നത്തെ പിങ്ക് ആയിരുന്നു ഗൈസ്. എല്ലാവരെയും ഡ്രസ് കോഡ് ഒരു പിങ്ക് ആൻഡ് ഗോൾഡൻ തീം അതിന് എല്ലാവരും ഓഫ് വൈറ്റ് ഗോൾഡൻ. അപ്പം ഇതാണ് നമ്മുടെ ഐശുവിന്റെ സ്കേർട്ട് ലെഹങ്ക. ഇത് നമ്മളിങ്ങനെ ക്ലോത്ത് വാങ്ങിക്കൊടുത്ത് ചെയ്യിപ്പിച്ചാണ് ഗൈസ്. മോഡൽ കാണിച്ചു കൊടുത്ത് ഞാൻ അതായത് ചെണ്ടൊക്കെ ഇങ്ങോട്ടുണ്ടോ അതിന്റെ ലൈസ് വർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങോട്ട് വെക്ക്. ഹെവി വർക്കാണ്. നല്ല ഹെവി വർക്കാണ്. ഇതിങ്ങനെ ലൈസ് വെച്ച് ഇങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെ ലൈസ് വാങ്ങിയാണ് മൊത്തത്തിൽ അടി മൊത്തം നല്ല ഹെവി വർക്ക് ചെയ്തതാണ്. അതൊക്കെ ഐശുവിൻ്റെ ടോപ്പ് കാണിക്കട്ടെ. അപ്പോൾ ഇതാണ് ഐശുവിൻ്റെ ടോപ്പ് വരുന്നത് ഗൈസ്. ഫുള്ള് ലൈസ് വർക്ക്. ഫ്രണ്ട് ഫുള്ള് ലൈസ് വർക്ക്. അങ്ങനെ അങ്ങനെ വെച്ചിടും. ഇത് നമ്മൾ ഒരു മറ്റേ ഈ കാജോൾ ഇട്ടൊരു ഡ്രസ്സ്, ഒരു ബ്ലാക്കിലിട്ടൊരു ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതേ മോഡൽ ചെയ്യിപ്പിച്ച ഗൈസ്. അതിൽ നമ്മുടേതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ കൈക്കൊന്നുമില്ല, ഇങ്ങനെ ചുരിയായിട്ട് അങ്ങനെ. ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് വർക്കായതുകൊണ്ട് കൈ സിമ്പിളാക്കി. പിന്നെ ഇതിൻ്റെ അടിയിലും മോളങ്ങി ഒന്ന് വെച്ച് കാണിച്ചോളൂ. ഇങ്ങനെ ബ്ലൗസും. കല്യാണത്തിന് അന്ന് ഞങ്ങൾക്ക് മക്കളെ സെപ്പറേറ്റ് വീഡിയോസും ഫോട്ടോസും ഒന്നും അങ്ങനെ എടുക്കാനൊന്നും ആയില്ല ഗൈസ്. എല്ലാവരും ഓരോരോ ഇതിലായിട്ട്. അപ്പം ഇങ്ങനെയാണ് ഒരൗട്ട്ഫിറ്റ്. ഇനി എൻ്റെ ഷോളാണ് ഐശോ. എൻ്റെ ഷോള് കല്യാണത്തിന് അന്ന് മാമൻ എടുത്തുണ്ടോ ഗൈസ്. അതുകൊണ്ട് അന്ന് ഞാൻ അതിനോട് എടുത്തിട്ടേ ഷോളുമ്മലൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു വർക്ക്, ചെറിയൊരു ലൈസ് വർക്ക് മാത്രം. ഇങ്ങനെ അടിയിലൊരു പാട്ടാക്കി തിരിച്ച്. ഇനി മറിയൻ്റെ കാണിച്ചോളൂ. മറിയ ഇതാണ് മറിയൻ്റെ സെയിം ലെഹങ്ക ഉണ്ടോ. പക്ഷെ മറിയൻ്റെ ഇറ്റ ഒരു ചെണ്ട് മറിയ ഇടവോ കളഞ്ഞ് ഒന്നിടവോ വീണു കാണുന്നില്ല. മറിയൻ്റെ ലൈസ് ഇതാണ് മറിയൻ്റെ അടിയിലെ ലൈസ് വർക്ക്. മറിയൻ്റെ ബ്ലൗസ് എടാ. ഇതാണ് മറിയൻ്റെ ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഇവിടെ കാണുന്നതിന്. പിന്നെ അടിയിൽ ഇങ്ങനെ ഹാങ്ങിങ്, ഇവിടെ ഉള്ള ഹാങ്ങിങ് പോയി അറിയാം വീണില്ലേ. ഇതാണ് ഒക്കെ എന്തോ ഒരു ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ഇതാ കൈ കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ. കൈ നല്ല ഭംഗിയാണ് ഗൈസ്. കൈക്ക് ഇതാ ഇങ്ങനെ കൈ ഒഴിച്ച് കൈക്കും ഇവിടെ ഒരു ഹാങ്ങിങ് ഉണ്ട്. ഇത് ഫുള്ള് ലൈസാണ് ഗൈസ്. ഫുള്ള് ലൈസ്. ഇതാണ് മറിയൻ്റെ ഷോൾ. ഇതാ ഷോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ഷോൾ, ചെറിയൊരു ലൈസ്. ഇനി ഷിട്ടുവിൻ്റെ കാണിക്കാം. ഇതാണ് ഷിട്ടുമണിന്റെ മിടി. ഷിട്ട എന്റെ മിടി കാണിച്ചോടി. ഷിട്ടേ എന്റെ മിടി കാണിച്ചോട്. ആ അങ്ങനല്ല, ചെരുപ്പ് എന്താ കയ്യില്? ചെരുപ്പാട വെക്ക്, ചെരുപ്പാട വെക്ക്. പാന്റ്. ഓക്കെ ഓക്കെ. മിടി ഉണ്ടായോ? നല്ല കരണ്ടില്ലേ? ഇതാണ് ഷിട്ടു അവന്റെ മിടി. ഷിട്ട ഗായ്സ് ഓള് ചെരുപ്പിട്ട് കളിക്കുക. എന്താടി ചെരുപ്പ് എന്നോട് മിടിയടാ. ഷിട്ടുവിന്റെ ഇത്രയും വലുതോ?
ഇതാണ് നമ്മളുടെ ചുട്ടുപണ്ണുവിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഷോള് യെസ്, ഷോള് ഇവിടെ ഫുൾ അലങ്കോലാണ്. നെക്സ്റ്റ് ഡേ എന്റെ മമ്മന്റെ ഇതാണ്. ഇത് ഫസ്റ്റ് ഇങ്ങനെ ഫുൾ ഗൗണ് ഉള്ളിലിടുക, എന്നിട്ട് അതിന്റെ പുറത്ത് ഇതിടുക അല്ലേ? അതിന്റെ പുറത്തേക്ക് ഗൗൺ ഇട്ടതിന് ശേഷം ഈ പിങ്ക് സാധനം ടോപ്പ് ഇടുക. എല്ലാവരും പറഞ്ഞേക്ക് മമ്മേന്റെ നല്ല രസമായിരിക്കുമെന്ന്. ഹാൻഡ് വർക്കും നെക്ക് വർക്കും പിന്നെ താഴത്തുണ്ടോ വർക്ക് അമ്മ? താഴത്തും ഉണ്ട്, ഫുൾ വർക്കാണ്. വർക്കാണ്. യെസ്. പിന്നെ കൈക്ക് ഇതാണ് വർക്കുള്ള കൈ. പിന്നെ നെക്കിന് ഇങ്ങനെ ഹാൻഡ് വർക്ക് നെക്കിന്. പിന്നെ സൈഡിൽ ഇങ്ങനെ ചെണ്ടുണ്ട്, ഇങ്ങനെ തൂങ്ങുന്നതുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ താഴെ ഫുൾ വർക്ക്. പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ 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 ചെറിയതായിട്ട് ഫ്ലവറോ. പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്. നെക്കിന്റെ ബാക്കില് ഇതാണ് ഇതിന്റെ ടോപ്പ്. ഇതാണ് മമ്മേന്റെ ഷോൾ. ഇതില് ഫുള്ള് ചെറിയ ചെറിയ വർക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഉണ്ട് സൈഡിലായിട്ട്. പിന്നെ ചെറിയ ചെറിയ വർക്ക് ഉള്ളിലുണ്ട്. ഇത് ഗൈസ് ഇറ്റാ പിങ്ക് കളർ കിട്ടേണ്ടിട്ട് ഞാൻ വൈറ്റ് കളർ എടുത്ത് ഞാൻ ഈ പിങ്കിലേക്ക് ആക്കിയതാണ്. എല്ലാവരും പിങ്ക് ആയതുകൊണ്ട് സെയിം പിങ്കിൽ നല്ല ക്ലോത്തൊന്നും കിട്ടായിട്ട് ലാസ്റ്റ് അങ്ങനെ ചെയ്ത. എന്റെ പപ്പൻ്റെത്, പപ്പൻ്റെ കുർത്ത. ഇതും പിങ്ക് ഇതിലും ഫുള്ള് വർക്ക് ഉള്ളതാണ്. പിന്നെ പപ്പൻ്റെ പാൻറ് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഓഫ് വൈറ്റ് പാൻറ്. ഇത് ടിഷ്യൂ സിൽക്കിലാണ്. ഇതിങ്ങനെ വർക്ക് വരുന്നതാണ്. നമുക്ക് ചുരിദാറാക്കാം. കല്യാണത്തിൻ്റെ അന്നത്തെ ഫുള്ള് കഴിഞ്ഞല്ലേ? നമ്മൾ റിസപ്ഷനിലെത്താണ്. റിസപ്ഷൻ ഇത് ഔട്ട്ഡോർ അല്ലേനോ? റിസപ്ഷനിലെത്താ മമ്മൻ്റെത്. ഇത് റിസപ്ഷൻ. ഇതാണ് നമ്മളുടെ റിസപ്ഷന്റെ അന്നത്തെ ഫുള്ള് വർക്കാണ്. റിസപ്ഷൻ ആയതുകൊണ്ട് ഞാൻ കളർ ആയിക്കോട്ടെ വിചാരിച്ചു. തിളങ്ങാണ് നമ്മൾ രാത്രി ഒക്കെ. കൈ നല്ല രസമായി. അതിനോട് ഐസ്ക്രീം തിന്നും കുത്തിരിക്കാൻ. ഒക്കെ ആണെങ്കിൽ പനിയുമാണ്. ഒക്കെ പനിയും ചുമയൊക്കെ ആയിട്ട് ഐസ്ക്രീം എടുത്തൊന്ന് കുത്തിരിക്കാം. ഇതിന്റെ കൈ ഉണ്ടല്ലേ നല്ല രസം. ഇതിന്റെ കൈയാണ്. പിന്നെ ഇവിടെ പനിയോ ഛർദിയോ ഐസ്ക്രീമും തിന്നാം. വെറുതെ അല്ല മോളെ മാറാത്ത. അപ്പൊ തന്നെ അടുത്ത ചുമ. ആ സോഫയിലതാക്കുന്ന ചിറ്റു നിനക്ക് ലൈക്കും തന്നില്ലേ? ഒക്കെ കൊടുക്കടി. ഓ കൊടുക്ക്. ഇതിന്റെ കൈ ഉണ്ടോ? പിന്നെ കൈ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ വരിക. എന്നിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ആണ്. ഇതാണ് നമ്മുടെ കൈ. ഒരു എസ്തെറ്റിക് വിന്റേജ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഉള്ളില് നല്ല നല്ല തിളങ്ങുന്നൊരിതാണ്. ഫ്രണ്ട് കട്ടിങ് ആണ്. ആലിയ കട്ട് പോലത്തെ ജസ്റ്റ് ഒരു കട്ടിങ് മാത്രം. പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്നും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫില്ലിങ് വർക്കും കൊടുത്തിരിക്കണം. ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ഉണ്ട് കേട്ടോ. ഫുൾ ഗൗൺ ആയിട്ടുള്ള ഒരു ഇന്നറും യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ലുക്ക്. ഇതിന്റെ റിസപ്ഷൻ ലുക്ക് ഇതാണ് മറിയത്തിന്റെ റിസപ്ഷൻ ലുക്ക്. റിസപ്ഷന്റെ ഇതാണ്. ഇതോളെ ഇതിന്റെ പേരെന്താ? ഇതാണ് എന്റെ ബ്ലൗസ്. ഓളെ ബ്ലൗസ് നെക്കിന്റെ താഴത്ത് ഇങ്ങനെ വർക്കായിട്ട് വരുന്നതാണ്. ഇവിടെ ഒരു ഹെവി ആയി ഇങ്ങനെ താഴോട്ട് സ്പ്രെഡ് ചെയ്ത് വരും. പിന്നെ ഇങ്ങനെ പഫ് ചെയ്തുള്ള. പിന്നെ ഒരു ഹാൻഡിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ വേറെ വർക്കൊന്നുമില്ല. സിമ്പിൾ ആണ്. പിന്നെ അതിനൊരു പ്ലെയിൻ സ്കേർട്ടും. സൽവാർ കട്ടോ എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു.
എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. റിസപ്ഷനിൽ പറയുകയും ചെയ്തേക്ക് ഓരോരുത്തര്. എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്. അടുത്തതിന്റെ ഷിട്ടുമൈൻ്റെ ആണ് ഒരു ബോഡി അച്ചടാ വെറുതെ ഓടിട്ടിട്ട് നല്ല രസമായി തോന്നി. നെക്കിന് ഇങ്ങനെ ഹാൻഡ് ചെറിയൊരു ഹാൻഡ് വർക്ക് നെക്കിൽ കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ കാണില്ലല്ലോ. കാണില്ലേ? അപ്പൊ കാണുന്നുണ്ട്. ഇത് ഓല് ഹാൻഡ് വർക്ക് ചെയ്താണ്. പിന്നെ ഫുൾ സ്ലീവില് കൈ പഫ് അയക്കണ്ട്. ജിബ് വരുന്നുള്ളതാണ്. ഷിട്ടുവിന്റെ ഡ്രസ്. ഇനി ഇന്റത് എല്ലാവർക്കും ഇഷ്ടമായി. റിസപ്ഷന്റെ ഡ്രസ് അടുത്ത ഇഞ്ച് അഞ്ചാമ്മ. ഗൈസ് ഇതാണ് എൻ്റെ ഡ്രസ്സ്. കാട്ടിക്കോട്. ഇതാണ് ഐശ്വര്യ. ഇതിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ കണ്ടോ എല്ലാവർക്കും അറിയായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കഴിയുമെങ്കിലൊന്ന് പോയി കാണുക. പിന്നെ ഇതിൻ്റെ സൈഡില് പഫായിട്ടുള്ള കയ്യുണ്ട്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ബാക്ക് പ്ലെയിൻ ആണ്. ഫുള്ള് ചെയ്ത വെൽവെറ്റിലാട്ടോ. ബ്ലാക്ക് വെൽവെറ്റിലാണ് മക്കളെ 3 ആളെ ഡ്രസ്സും ചെയ്ത്. വെൽവെറ്റ് ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്താണ്. ഇത് നമ്മളെ ദീദിൻ്റെ ഫ്രണ്ട് ചെയ്തതാണ് വർക്ക് ഫുള്ള്. നമ്മളെ ഡ്രസ്സ് എല്ലാം ഓളാ ചെയ്ത്. കല്യാണ തലേനുള്ളിൽ അന്നേറ്റത് ഞങ്ങൾ 4 ദിവസത്തെ ഫുള്ള് ഓളാ ചെയ്ത് ചെയ്തതുപോലാണ്. ഓൾ ഇൻസ്റ്റൈഡ് ഡ്രീം സ്പോട്ട് കേട്ടോ. ഡ്രീം സ്പോട്ട് എല്ലാവരും കയ്യിലൊന്ന് പോയി നോക്കുക. ഒരു ബ്രൈഡൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും കിഡ്സിനുള്ളതും എല്ലാം ചെയ്യുന്നു. എല്ലാതും ചെയ്യലുണ്ട്. ലാസ്റ്റ് ദിവസത്തെ ഔട്ട്ഡോറിന്റെ എല്ലാവരും ഡ്രസ് കോഡിലായിരുന്നു. ഈ ഒരു തീമിൽ വരുന്ന ഗൗണ് ഇതിൻ്റെതാണ്. ഇത് ബോഡി കോൺ ആണ്. പിന്നെ അതിന്റെ പുറത്ത് എനിക്ക് ചെറിയൊരു സ്പ്രെഡ് ഉണ്ട്. എങ്ങനെ കാണിച്ചാൽ മനസ്സിലാവില്ല. അത് ഇട്ടാണ് കാണിക്കണം ഗൈസ്. അതിന്റെ ഭംഗി കാണണമെങ്കിൽ അത് ഇട്ട് കാണിക്കണം. ഗൈസ് ഇതാണ് മമ്മേന്റെ ഷോള്. നേരത്തെ കാണിക്കാൻ മറന്നു. ഈ ഡ്രസ് റിസപ്ഷന്റെ ഈ സാധനം അതിന്റെ പേര് അറിഞ്ഞൂടാ. ഈ സാധനത്തിന്റെ ഷോളാണ് ഇത്. ഒരു ഷിമ്മറി. പിന്നെ ഐശുവിന്റെ ഡ്രസ്സ് ഇതാണ്. അതോ ഒരു വര. ഐശുവിന്റെ ഔട്ട്ഡോറിന്റെ ഡ്രസ്സാണ്. ഒരു കെട്ടായിട്ട് വന്നിട്ട് സൈഡിലൊരു ബോ ഒക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കാണിച്ചൊന്നും മനസ്സിലാവില്ല. ഇങ്ങോട്ടും എടുത്ത് ഒരു ബോ ടൈപ്പിൽ ഇങ്ങനെ കെട്ടാനുള്ളതാണ്. അതന്നെ ഷോ. ഇത് മറിയേണ്ടത്. ഇതാണ് മറിയന്റെ ഡ്രസ്. ഡ്രസ്സിനെ കൊണ്ട് ആക്കി ഓള് എന്തൊക്കെയോ തിന്നുകാണ്ട് കളിച്ച് നടന്നതിനും. പിന്നെ മറിയണ്ടേന് പിന്നെ ജസ്റ്റ് ഇതായി വയം ഇവിടെ അങ്ങനെ വന്നിട്ട് ഇവിടെ ആയങ്ങാണ്ട് സ്റ്റിച്ചായമാരിയാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. ഷിട്ട് ഒരു മിനി ബ്രൈഡ് തന്നെയാണ്. ദീദിന്റെ മാതിരി. ദീദിന്റെ അതേ ഒരു പാറ്റേണിൽ വരുന്നിട്ടാണ് ഓള് കിട്ടുന്നത്. പിന്നെ ഓളെ ഹെഡ്മിൽ വെക്കാനുള്ള ഈ സാധനം. പിന്നെ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓളെ കല്യാണ ചെക്കൻ്റെ 2 കൂടിയുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇടും. ഇതൊക്കെ നിങ്ങൾക്ക് കയ്യെന്ന് വാച്ച് ചെയ്യാൻ നോക്കുക. സോ ഇതാണ് എൻ്റെ ഷിട്ടുവാവൻ്റെ മിനി ബ്രൈഡ് ലുക്ക്. ഹെവി വർക്കാണ് എൻ്റെ സാധനം. എൻ്റെ പേര് അറിഞ്ഞൂടാ. അല്ലോ. പിന്നെ ഇവിടെയൊക്കെ വർക്കായിട്ട് ബാക്കും സിബും പിന്നെ അവിടെ ഇതിൻ്റെ പേര് ഒരു ബോയും ഉണ്ടായിരുന്നു. പിന്നെ ഈ സിബിന്റെ ഇവിടെ ഫുള്ള് ഇറ്റാ വർക്ക്. സിബ് അല്ലേ ഇത്? സിബ് അടിയിലുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ ബട്ടൺ രണ്ടും ഉണ്ട്. ഇതാണ് ഷിട്ടാവിന്റെ ഡ്രസ്. ഓൾട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങൾ ഇത്രയും ഡ്രസ്സ് പോലെ ചെയ്തെന്നാണ്. 4 ദിവസത്തെ ഡ്രസ്സാണ്. ഓരോന്നും ഞങ്ങൾ ഓരോരോ വീഡിയോസും നോക്കി ഓരോന്നെടുത്ത് കൊടുത്തപ്പോൾ ഓല് ചെയ്ത് തന്നിക്കണേ. എടുത്തതാണ്. അത്രയും നീറ്റായിട്ട് ചെയ്ത് തന്നിക്കണേ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണം വീഡിയോസ്. ഫുള്ള് മെസ്സി ആയിട്ടാണ് വലിയ കാര്യമൊക്കെ ഉണ്ടായത്. ഞങ്ങൾ അങ്ങനെയാണ്. സോ
ഇതൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ ഡ്രസ്സ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.